ഖത്തറിൽ ഹെലികോപ്റ്റർ കടലിൽ തകർന്നു വീണു എന്നാണ് വിവരം. ഒരു അപകടമുണ്ടായിരിക്കുന്നു. പതിവ് നിരീക്ഷണ പറക്കലിനിടെയാണ് അപകടം. ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നവർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. സുരേഷ് വെള്ളിമുറ്റം വിവരങ്ങളുമായി ചേർന്നുണ്ട്. സുരേഷ്, ഒരു അപകട വിവരമാണ്. എങ്ങനെ, എപ്പോഴാണ് ഈ അപകടം ഉണ്ടായത് എന്ന് പ്രതിരോധ മന്ത്രാലയം ഉൾപ്പെടെ വിവരങ്ങൾ നൽകുന്നുണ്ടോ? ആരൊക്കെ ഉണ്ടായിരുന്നു? എങ്ങനെയാണ് ഇപ്പോൾ തിരച്ചിൽ പുരോഗമിക്കുന്നത്? യുദ്ധവുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് ഇന്നലെ രാത്രിയും ഇന്നിപ്പോൾ രാവിലെയുമായി ഉണ്ടായിട്ടുള്ളത്. ഒന്ന്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഖത്തറിൽ ഉണ്ടായിട്ടുള്ള ഹെലികോപ്റ്റർ അപകടം. അത് സൈനിക ഹെലികോപ്റ്ററാണ്. സാങ്കേതിക തകരാറിനെ തുടർന്ന് കടലിൽ തകർന്നു വീണു എന്നാണ് പ്രതിരോധ മന്ത്രാലയം അറിയിക്കുന്നത്. കപ്പലിൽ ഈ ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ അത് എല്ലാവരും നടത്തുന്നുണ്ട്. വ്യോമസേനയും അതോടൊപ്പം തന്നെ നാവികസേനയും നടത്തുന്നുണ്ട്. പക്ഷെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. സാങ്കേതിക തകരാറാണ് അപകടത്തിന്റെ കാരണമെന്നാണ് പ്രാഥമിക നിഗമനമെന്ന് ഖത്തർ പ്രതിരോധ സേന അറിയിക്കുന്നുമുണ്ട്. തെരച്ചിൽ തുടരുകയാണ്. മറ്റൊന്ന്, ഏറ്റവും പ്രധാനമായും സൗദി അറേബ്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള കടുത്ത നടപടിയാണ്. ഇപ്പോൾ യുദ്ധം തുടങ്ങിയിട്ട് 23-ാം ദിവസമാകുന്നു. ഇതുവരെ സൗദി അറേബ്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാത്ത വിധത്തിലുള്ള കടുത്തൊരു നടപടി ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അത് സൗദി വിദേശകാര്യ മന്ത്രാലയമാണ് അറിയിക്കുന്നതും. അതായത് ഇറാനിൽ നിന്നുമുള്ള സൗദി അറേബ്യയിലെ എംബസിയിൽ കഴിയുന്ന മിലിറ്ററി അറ്റാഷെ, അസിസ്റ്റന്റ് അറ്റാഷെ എന്നിവർക്കൊപ്പം 3 ഉന്നത ഉദ്യോഗസ്ഥരെ, അങ്ങനെ 5 ഉന്നത ഉദ്യോഗസ്ഥരെ സൗദി ഖത്തർ റിയാദിലുള്ള ഇറാനിയൻ എംബസിയിൽ നിന്നും പുറത്താക്കിയിരിക്കുകയാണ്. ഇവർ അനഭിമതരായിട്ടുള്ള ആളുകൾ എന്നുള്ള വിശേഷം അത് ഈ സൈനിക നടപടിയുടെ ഈ ഇത്തരത്തിലുള്ള നയതന്ത്ര നടപടികളുടെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. അങ്ങനെ മിലിറ്ററി അറ്റാഷയെ പുറത്താക്കി. മിലിറ്ററി അറ്റാഷയാണ് എപ്പോഴും എംബസിയുമായി ബന്ധപ്പെട്ട സൈനിക കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കുന്ന ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ. മിലിറ്ററി അറ്റാഷെ, അസിസ്റ്റന്റ് അറ്റാഷെ, 3 ഉദ്യോഗസ്ഥരെ പുറത്താക്കുന്നു. ഇതിനൊപ്പം തന്നെ വളരെ ശക്തമായിട്ടുള്ള ഒരു സന്ദേശം കൂടി സൗദി വിദേശകാര്യ മന്ത്രാലയം നൽകുന്നുണ്ട്. രാജ്യത്തിന്റെ പരമാധികാരം, പൗരന്മാരുടെ സുരക്ഷ, ഇത് രണ്ടും ഉറപ്പാക്കാൻ എന്ത് കടുത്ത നടപടിയും സ്വീകരിക്കുമെന്നുള്ളതാണ് സൗദിയുടെ ഭാഗത്തു നിന്നും വരുന്ന മുന്നറിയിപ്പ്. ഓക്കെ, സുരേഷ് വെള്ളിമുറ്റമാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ ആദ്യം ഒരു ഹെലികോപ്റ്റർ അപകടവുമായി ബന്ധപ്പെട്ടുള്ള ഒരു തിരച്ചിലും മറ്റ് കാര്യങ്ങളും ഒക്കെ നടക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഈ സൗദി അറേബ്യ നടപടികൾ കടുപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇറാൻ നയതന്ത്ര പ്രതിനിധികളെ പുറത്താക്കിയിരിക്കുകയാണ് സൗദി അറേബ്യ. സുരേഷ് വെള്ളിമുറ്റമാണ് വിവരങ്ങൾ നൽകിയത്.